إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم وإياي أولا بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى أيضا فسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തഖ്വ പാലിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പേരിലാണ് നാം ഇവിടെ ഈ സമയത്ത് വന്ന് ഒരുമിച്ച് കൂടുന്നതും ജുമാ നിർവഹിക്കുന്നതും മറ്റു നമസ്കാരങ്ങളും മറ്റ് പല കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് സ്വർഗം നേടണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പേരിലാണ്. പക്ഷേ നമുക്ക് സ്വർഗം നേടാൻ എന്തൊക്കെ വഴികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ സ്വർഗവാസികളുണ്ടാകും. പക്ഷേ അത് മനസ്സിലാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ
സ്വർഗവാസികളുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഗുണങ്ങൾ പറയുന്നു. അതിൽ ചില ഗുണങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. സൂറ ആൽ ഇംറാനിൽ ഒരായത്ത് കാണാം, നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ചതായ ആയത്ത്. നിങ്ങൾ ധൃതി കാണിക്കുക അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും അതുപോലെ തന്നെ അവന്റെ പാവമോചനത്തിലേക്കും അവന്റെ കാരുണ്യത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കുക. കാരണം ഈ സ്വർഗം എന്നുള്ളത് അത് ആകാശഭൂമിയോളം വിശാലമായി കിടക്കുന്നതാണ്. ചെറിയൊരു കെട്ടിടമല്ല, ചെറിയൊരു സ്ഥലമല്ല, ആകാശഭൂമിയോളം വിശാലമായി കിടക്കുന്ന അത്രക്കും വലുതാണ് സ്വർഗം എന്നുള്ളത്. അത് ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പണിതിരിക്കുന്നത്? മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. ആരാണ് ഈ മുത്തഖീങ്ങൾ? അല്ലാഹു പിന്നെ വിശദീകരിക്കുകയാണ്. ഈ മുത്തഖീങ്ങളുടെ സ്വഭാവമായി ഒന്നാമതായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വദ്ദറാ, അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല വെറും ചെലവഴിക്കുക എന്ന് മാത്രമല്ല പറഞ്ഞത്, മറിച്ച് ബുദ്ധിമുട്ടിന്റെ സന്ദർഭത്തിലും ബുദ്ധിമുട്ടില്ലാത്ത ക്ഷേമത്തിന്റെ സന്ദർഭത്തിൽ, സൗഖ്യത്തിന്റെ സന്ദർഭത്തിൽ രണ്ട് സമയത്തും ചെലവഴിക്കുന്നവരാണ്. അതായത് ചില ആളുകൾ അവർ ചിലപ്പോ ധാരാളമായി സമ്പത്ത് ധർമ്മം ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ബുദ്ധിമുട്ട്, എന്തെങ്കിലും ക്ലേശങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ചെലവഴിക്കുന്നത് നിർത്തും. അവർ പിന്നെ പിശുക്കന്മാരായി മാറും. അതേ സന്ദർഭത്തിൽ ചില ആളുകൾ ഒന്നും കൊടുക്കാറില്ല, ഒന്നും ചെലവഴിക്കാറില്ല. പക്ഷെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ആ സമയത്ത് അവർ ഓർക്കും, ആ സമയത്ത് കൊടുക്കുന്നവരായിരിക്കും. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ മനുഷ്യന്മാരെ കാണാൻ കഴിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വർഗവാസികളെ കുറിച്ച് പറഞ്ഞത് അവർ അങ്ങനെയല്ല. അവർ അവരുടെ സമ്പത്ത് അവർക്ക് ഉണ്ട്, ധാരാളമുണ്ട്, അവർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ ചെലവഴിക്കും? അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ സിർറൻ വഅലാനിയ, രാത്രി പകല് എന്നില്ലാതെ അവർ രഹസ്യമായും പരസ്യമായും എങ്ങനെ ചെലവഴിക്കും? സ്വർഗവാസികളുടെ ഗുണം. അതേ സന്ദർഭത്തിൽ അവർക്ക് പ്രയാസങ്ങൾ വന്നു, ബുദ്ധിമുട്ട് വന്നു, വിഷമങ്ങളുണ്ട്, കൂടുതലൊന്നും ചെലവഴിക്കാൻ പറ്റുന്നില്ല, ആ സമയത്തും അവർ ചെലവഴിക്കും. അതാണ് ഒന്നാം. അത് അവരുടെ കഴിവിന്റെ അനുസരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബജീവിതവുമായി സംബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കഴിവുള്ളവൻ അവൻ കഴിവുള്ളതനുസരിച്ച് അവൻ ചെലവഴിക്കട്ടെ. എനിക്ക് കൊടുക്കാൻ വലിയ തുക ഒന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു 1000 രൂപ, ഒരു 500 രൂപ, ഒരു 10 രൂപ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെങ്കിലും കൊടുക്കുന്നവനാണ് സ്വർഗവാസി. ഇത് സ്വർഗവാസിയുടെ ഗുണമാണ്. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ എല്ലാ സമയത്തും അവന്റെ കഴിവനുസരിച്ച് നൽകുന്നവനാണ് സ്വർഗവാസി. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ നഖസത് മാലുൻ മിൻ സദഖ. പലപ്പോഴും കൊടുക്കാൻ മടിക്കുന്നത് ഞങ്ങളിൽ നിന്ന് കുറഞ്ഞു പോകുമോ എന്ന പേടിയാണ്. ഞങ്ങളിൽ നിന്ന് സമ്പത്ത് കുറയുമോ, നാളെ ഞാൻ ദരിദ്രനായി പോകുമോ എന്ന പേടിയാണെങ്കിൽ സ്വർഗവാസികൾക്ക് ആ പേടിയില്ല. കാരണം അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നീ കൊടുത്തത് കാരണം ഒരിക്കലും കുറയൂല. നീ സമ്പത്ത് ചെലവഴിച്ചതിന്റെ പേരിൽ
നിന്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ നീ കൊടുത്തതിന്റെ പേരിൽ നിന്റെ സമ്പത്ത് കുറയുകയില്ല, അത് ഇരട്ടിയാവുകയോ ഉള്ളോ. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ അംബത സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ അല്ലാഹു യുളൈഫു ലിമൻ യശാ. ഒരു ധാന്യമണി കൊടുത്താൽ അതിനെ അവൻ 7 കൊലകളായി ഓരോന്നിലും 100 ധാന്യമണിയായി അവൻ തിരിച്ചു തരും. അള്ളാന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് സ്വർഗവാസികൾ ഒരു ഗുണമുള്ളത്. രണ്ടാമത്തെ ഗുണം, അവരുടെ ഗുണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൽ കാദിമീനൽ ഗൈബ്, കോപത്തെ പിടിച്ചു നിർത്തുന്ന ആളുകളാണ്. കോപത്തെ പിടിച്ചു നിർത്തുന്ന ആളുകളാണ്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം കോപിക്കാത്തവർ എന്ന് പറഞ്ഞിട്ടില്ല, കോപിക്കാത്തവർ സ്വർഗവാസികൾ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവർക്കും കോപം വരും. കോപം വരാത്തവർ ആരുമില്ല. അവന്റെ അനിഷ്ടകരമായ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും കോപം വരും. പക്ഷേ ആ കോപത്തെ പിടിച്ചു നിർത്തുന്നവൻ, ആ കോപത്തിന്റെ പിന്നിൽ അവൻ പ്രവർത്തിക്കുന്നില്ല. അവന് ആരെങ്കിലും ചീത്ത പറഞ്ഞു, അവനെ അടിക്കാൻ തോന്നാണ്, അവനക്ക് ചീത്ത പറയാൻ തോന്നാണ്, അവനെ ഉപദ്രവിക്കാൻ തോന്നാണ്. പക്ഷെ അവനൊന്നും ചെയ്യുന്നില്ല, അവൻ പിടിച്ചു നിർത്താൻ. ഇത് സ്വർഗവാസിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാത്തവൻ തിരിച്ചടിക്കും, തിരിച്ച് ചീത്ത പറയും, തിരിച്ചു ഉപദ്രവിക്കും. വൽ കാദിമീനൽ ഗൈദ്, കോപത്തെ പിടിച്ചു നിർത്തുന്നവൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയണം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരു ഗുസ്തിയിൽ അവിടുന്ന് ജയിച്ചടക്കിയവനല്ല ശക്തൻ. ശക്തൻ ആരാണ്? കോപത്തെ പിടിച്ചു നിർത്തുന്നവനാണ്. അത് എല്ലാരെ കൊണ്ട് കഴിയൂല. കോപത്തെ പിടിച്ചു നിർത്താൻ എല്ലാരെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് കോപത്തെ പിടിച്ചു നിർത്തുന്നവനാണ് ആരോഗ്യവാൻ, ശക്തൻ എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കോപിക്കാത്തവൻ, കോപം വരുന്നതിനെ പിടിച്ചു നിർത്തുന്നവൻ. ഒരു സഹാബി വന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുകയാണ്, പ്രവാചകരെ എനിക്കൊരു നല്ല ഉപദേശം പറഞ്ഞു തരണം. പ്രവാചകർ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കണ്ട. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, പ്രവാചകരെ ഒരു ഉപദേശം പറഞ്ഞു തരണം, ലാ തഗ്ളബ്. പിന്നെ ചോദിച്ചു, ലാ തഗ്ളബ്, നീ കോപിക്കണ്ട. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, എന്തിനാണ് പ്രവാചകർ ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നത്? അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം തന്നെ പറയാണ്, കാരണം ഈ കോപം നിർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവുമില്ല. കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അതിന്റെ പിന്നിൽ കോപമാണ്. അത് പിടിച്ചു നിർത്താതെ ചീത്ത അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, അങ്ങനെ വഴക്കാവും, അങ്ങനെ പ്രശ്നങ്ങളാവും. ഇതൊക്കെ കോപിച്ചതിന്റെ കാരണത്താലാണ്. എത്രയോ കൊലകൾ നടക്കുന്നത് കോപം പിടിച്ചു നിർത്താത്തതിന്റെ പേരിലാണ്. കോപം പിടിച്ചു നിർത്താത്തതിന്റെ പേരിലാണ്. പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുകയില്ല. ഒരു വണ്ടി, 2 വണ്ടികൾ ഇങ്ങനെ ചെറിയ മുട്ടുന്നു, അങ്ങനെ ഇറങ്ങി വന്നു, അതിനെ കുറിച്ച് നോക്കിക്കൊണ്ട് അവനോട് ചീത്ത പറയും, നീ എന്തിനാണ് മുട്ടിയത്? അവനും ചീത്ത പറയും, നീയാണല്ലോ വന്നത്. ആ സമയത്ത് ഉടനെ ഒരുത്തൻ അവിടുന്ന് കത്തിയെടുത്തു അവന്റെ വയറ്റിലിട്ടു. ചെറിയ പ്രശ്നമാണ്. അവന്റെ കോപത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ അങ്ങനെ അവൻ മറ്റൊരുത്തനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെടുന്നത് കോപമാണ് കാരണം. അതുകൊണ്ട് നീ കോപത്തെ പിടിച്ചു നിർത്ത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കോപം വന്ന് നിനക്ക് തിരിച്ച് പ്രവർത്തിക്കുവാൻ എല്ലാ നിനക്കും കഴിയുന്ന സാഹചര്യത്തിൽ നീ അതിനെ പിടിച്ചു നിർത്തിയാൽ അള്ളാഹു നിനക്ക് നൽകുന്നത് സൗഭാഗ്യവും നിനക്ക് വിശ്വാസവും വർദ്ധിപ്പിക്കുകയാണ്. ഒരാളെ ഈമാൻ വർദ്ധിക്കുന്നത് അവിടെയാണ്, കോപത്തെ പിടിച്ചു നിർത്തുമ്പോഴാണ്, അതിനെ അവിടുന്ന് അടക്കി വെക്കുമ്പോഴാണ്. അതുകൊണ്ട് അവിടുന്ന് കോപം വന്നു കഴിഞ്ഞാൽ അതിനെ അടക്കി വെക്കുക എന്നുള്ളത് ഒരു സ്വർഗവാസിയുടെ ഗുണമാണ്. മൂന്നാമത്തെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കോപവുമായി ഒരു ബന്ധമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഇത് ചേർത്തിക്കൊണ്ടാണ് പറയുന്നത്. കാരണം അങ്ങനെ കോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ആ സമയത്ത് എന്താ ചെയ്യുക? കോപിക്കാതെ അവൻ ചെയ്ത തെറ്റിന്, അവൻ ചീത്ത പറഞ്ഞതിന്, അവൻ ഉപദ്രവിച്ചതിന് മാഫ് ചെയ്യുക, അവന് വിട്ടുവീഴ്ച ചെയ്യുക, അവനെ ഒന്നും ചെയ്യാതിരിക്കുക. അതായത് ഒരു ഉപദ്രവവും ചെയ്യാതിരിക്കുക.
വളരെ നല്ല ഒരു സ്വഭാവ ഗുണമാണ് അവിടെ നിന്ന് മാപ്പ് ചെയ്യുക എന്നുള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം, അവിടുന്ന് മാല കാണാതെയായി, അങ്ങനെ അത് തേടാൻ പോയി. പ്രവാചകരും സഹാബാക്കളും ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട് എന്ന് വിചാരിച്ച് അവർ പോയി. തിരിച്ചു വരുമ്പോൾ ആരുമില്ല. ഒരു സഹാബി, അവസാനം വരുന്ന സഹാബി ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടു. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. നാട്ടിൽ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപപ്രചാരമായി. ഇന്ന ആളുമായി ആയിഷ റളിയല്ലാഹു വന്നു എന്നുള്ള രീതിയിൽ അപപ്രചാരമായി. ഈ സന്ദർഭത്തിൽ ഈ പ്രചാരം നടത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ മാസവും റേഷൻ നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഈ അപപ്രചാരത്തിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു. ആർക്കും ദേഷ്യം പിടിക്കുന്ന കാര്യമാണ്. സ്വന്തം മകൾ പ്രവാചകരുടെ പത്നി ഇല്ലാത്തത് പറയാണ്, നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. ദേഷ്യം പിടിച്ചു. വല്ലാഹി ഞാൻ ഇനി ഒരു റേഷൻ, ഒരു കഷ്ണം പോലും, ഒരു സാധനം പോലും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കൂല എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ഉടനടി റബ്ബിന്റെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. വലാ യഅതലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുതു ഉലിൽ ഖുർബ വൽ മസാകിൻ വൽ മുഹാജിരിന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്. നിങ്ങളിൽ കഴിവുള്ള ആളുകൾ, നിങ്ങളിൽ സാമർത്ഥ്യമുള്ള ആളുകൾ, മുഹാജിരീങ്ങൾക്ക്, അള്ളാന്റെ മാർഗത്തിൽ അവിടുന്ന് ഹിജ്റ ചെയ്തു വന്ന ആളുകൾക്ക്, മിസ്കീന്മാരായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹം പ്രചാരം നടത്തിയത് അതിന് നിങ്ങൾക്ക് മാപ്പ് ചെയ്തുകൂടെ? അള്ളാഹ് ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള അപപ്രചാരത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, മാപ്പ് ചെയ്യ്, വൽയഅഫു, മാപ്പ് ചെയ്തുകൂടെ, വൽയസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്തുകൂടെ, അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് ചെയ്യണം, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ സഹോദരന് നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ കഴിയുന്നില്ല? അള്ളാഹുവിന്റെ ചോദ്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് അവതരിച്ചതോടുകൂടി റേഷന്റെ ആ ഭാണ്ഡവും എടുത്തുകൊണ്ട് ഓടുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. ക്ഷമിക്കണം, മാഫ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് സ്വർഗവാസികളുടെ ഗുണം, മാഫ് ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ മാഫിനെ സ്വീകരിക്കുക, ജാഹിലിയങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുക. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പോയി. അവിടെ കല്ലേറുകൊണ്ട് രക്തം ഒഴുകി. അള്ളാന്റെ പ്രവാചകർ എന്താ ചെയ്തത്? മാഫാണ് ചെയ്യും. ഞങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്യും? മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഞങ്ങൾ പറയും, നശിപ്പിച്ച കള ആ സമുദായത്തെ. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വേണ്ട, ഞാൻ മാഫ് ചെയ്തിരിക്കുന്നു. അവരിൽ ആരെങ്കിലും ഒന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാണ് പ്രവാചകർ പറഞ്ഞത്. മക്ക ഫത്ഹിന്റെ സന്ദർഭം പ്രവാചകരെ ആക്ഷേപിച്ച, പ്രവാചകരെ ഭ്രാന്തരെന്ന് വിളിച്ച, പ്രവാചകരെ എല്ലാ നിലക്കും അവിടുന്ന് ഉപദ്രവിച്ച ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അവർ വിചാരിക്കുകയാണ്, ഇപ്പൊ എന്തായിരിക്കും ഞങ്ങളോട് നടപടിയെടുക്കുക? പേടിച്ച് വിറച്ച് തല പൊളിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ ഒഴിവാക്കിയിരിക്കും, നിങ്ങൾ പോയിക്കൊള്ളു എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്വഭാവം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകരുടെ. അതാർക്ക് പറ്റും? സ്വർഗവാസികൾക്ക് മാത്രമേ പറ്റുള്ളൂ. വൽ കാദിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. പിന്നെ ഉള്ള ഗുണമാണ് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ അവ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. തെറ്റുകൾ സംഭവിക്കാത്ത ആളുകൾ ആരുമില്ല, ഒരാളുമില്ല. എല്ലാവരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകും. ആരെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ പറയാണ്. കാരണം കുല്ലു ബനി ആദമ ഖത്താഉ, പ്രവാചകർ പറഞ്ഞത് ആദമിന്റെ സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറു ഖത്തായിന അത്തവ്വാബൂൻ, ആരാണ് ഉത്തമർ? തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്താപിച്ച് മടങ്ങുക. റബ്ബേ, എന്റെ ഭാഗത്ത് തെറ്റുമെന്ന് റബ്ബേ, നീ എനിക്ക് പുറത്തു താ റബ്ബേ, നീ എനിക്ക് മാഫ് ചെയ്യ റബ്ബേ
എന്ന് റബ്ബിനെ ഓർക്കുന്ന ആളുകൾ. അതാണ് വല്ലതീന ഇദാ ഫഅലു ഫാഹിഷ, എന്തെങ്കിലും മോശമായ പ്രവർത്തനം അവരുടെ ഭാഗത്ത് നിന്ന് വന്നു, വദലമു അൻഫുസഹും, അവരുടെ നഫ്സിനോട് അക്രമം ചെയ്തു, ദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തു, റബ്ബേ ഞാൻ ചെയ്തു പോയി, നീ പുറത്തു തറബ്, അവരുടെ പാപങ്ങൾക്ക് അവർ പാപമോചനം തേടി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് അല്ലാതെ പിന്നെ ആരാ മാഫ് ചെയ്യുന്നു അല്ലാഹ് ചോദിക്കുകയാണ്. ഇത് ഈ തൗബ, ഇസ്തിഗ്ഫാർ, പശ്ചാത്താപം അത് സ്വർഗ്ഗവാസികൾക്കേ ഉണ്ടാവുകയുള്ളൂ. അത് സ്വർഗ്ഗവാസികളുടെ ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വർഗ്ഗവാസികളുടെ ഗുണമായിട്ട് പറഞ്ഞത് ഇവർക്കാണ്. ഈ ആകാശഭൂമിയോളം വിശാലമായി കിടക്കുന്ന സ്വർഗം ഇവർക്ക് ഞങ്ങൾ പണിതിരിക്കുന്നത്. ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ കിടക്കാം. അവരുടെ ഇബാദത്തിന്റെ കാര്യത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറ മുഅ്മിനൂനിൽ തുടക്കത്തിൽ തന്നെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്. ഇവിടെ നമസ്കാരത്തെ കുറിച്ച് പിന്നെയാണ് പറയുന്നത്. നമസ്കാരത്തെ കുറിച്ച് ഇതിന് താഴെ പറയുന്നുണ്ട്. അതിന് മുമ്പ് ആദ്യം പറയുന്നത് ഖുശൂആണ്. കാരണം നമസ്കരിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരും, എല്ലാവർക്കും നമസ്കരിക്കാം. മുനാഫിക്കുകൾ പ്രവാചകരുടെ കാലഘട്ടത്തിൽ കപട വിശ്വാസികൾ നമസ്കരിച്ചു കൊണ്ടിരുന്നു, വിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നുണ്ട്. പക്ഷെ ആ നമസ്കാരം എങ്ങനെയായിരിക്കണം? ഭയഭക്തിയോടുകൂടിയായിരിക്കണം നിർവഹിക്കേണ്ടത്. റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ലോകരക്ഷിതാവായി ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച, ഇതിനെ അടക്കി ഭരിക്കുന്ന ആ റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി അവിടെ നമസ്കാരത്തിൽ നിൽക്കുന്ന ആളുകൾ, അവരുടെ ചിന്ത അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. എന്റെ സ്മരണയ്ക്ക് വേണ്ടി മാത്രമേ നമസ്കാരം നിർവഹിക്കുന്നുള്ളൂ, റബ്ബിനെ ഓർത്തുകൊണ്ട്. അല്ലാതെ ആരൊക്കെ കയറി വന്നു, ആരൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്, ആരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ആരൊക്കെ സംസാരിക്കുന്നുണ്ട്, സമയം എത്രയായി, അവിടെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയ നാനാഭാഗങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരെന്താണ് പാരായണം ചെയ്തത് എന്ന് പോലും അറിയാതെ, സ്വന്തം പാരായണം ചെയ്തത് എന്താണ് എന്ന് പോലും അറിയാതെ, ദിക്റുകളില്ലാതെ, തസ്ബീഹുകളില്ലാതെ, റക്അത്തിന്റെ എണ്ണം അറിയാതെ ഇങ്ങനെ നമസ്കരിക്കുന്ന നമസ്കാരമല്ല വിശ്വാസികളുടെ, സ്വർഗ്ഗവാസികളുടെ നമസ്കാരം. അത്തരത്തിലുള്ള നമസ്കാരം ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ് വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ ഖുസാല യുറാഊന അന്നാസ് വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. അത് കപട വിശ്വാസികളുടെ നമസ്കാരമാണ്. അവർ നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞാൽ അവരുടെ ചിന്ത ഉടക്കിയാണ്. കാരണം അവർ വന്നിരിക്കുന്നത് തന്നെ പ്രവാചകരെ ബോധ്യപ്പെടുത്തുവാനാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, അല്ലാതെ അവർ വിശ്വാസികളായിട്ട് വന്നതല്ല. അതുകൊണ്ട് അവർ നമസ്കാരത്തിൽ അവർ കുറച്ചേ അവർ പാരായണം ചെയ്യുന്നുള്ളൂ. എന്തിനാണത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. ജനങ്ങളെ കാണിക്കുവാനും കൂടുതലായും അവർ ഒന്നും ഓർക്കുന്നില്ല, റബ്ബിനെ ഓർക്കുന്നില്ല. അത്തരത്തിലുള്ള നമസ്കാരം. അപ്പൊ ആ നമസ്കാരം ആകരുത്. നിങ്ങൾ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ഭക്തിയോട് കൂടി നിർവഹിക്കണം. എത്രത്തോളം ഭക്തി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ഒരല്പം പോലും മാറാതിരിക്കാൻ വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ സ്വലാത്ത ബിഹദ്റതി തുആമിൻ വലാ ഹുവ യുദാഫിഉൽ അഖ്ബത. നീ വീട്ടിലേക്ക് വരുന്നു, വിശക്കുന്നു, നിനക്ക് ഭക്ഷണം അവിടെ റെഡിയുണ്ട്, നീ നിസ്കരിക്കണ്ട. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ നമസ്കരിക്കണ്ട, നീ ആദ്യം ഭക്ഷണം കഴിക്കും. നീ നമസ്കരിക്കാൻ വരികയാണ്, ആ സമയത്ത് നിനക്ക് മലമൂത്ര വിസർജനത്തിന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, പോണം. ആ സമയത്ത് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്നു. നീ നമസ്കാരത്തിന് കൈകെട്ടണ്ട, നീ ആദ്യം മലമൂത്ര വിസർജനത്തിന് പോയി അത് ചെയ്തതിന് ശേഷം വാ. എന്തുകൊണ്ടാണ്? ഇല്ല എങ്കിൽ നിസ്കാരത്തിന് കൈകെട്ടി കഴിഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നവൻ എങ്ങനെങ്കിലും പെട്ടെന്ന് നിസ്കരിച്ചു വന്ന് ഭക്ഷണം കഴിക്കണം. ആ ഓർമ്മയിരിക്കും അവനിക്ക്. എങ്ങനെങ്കിലും ഒന്ന് നിസ്കാരം കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവിടുന്ന് ടോയ്ലറ്റിൽ പോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആ ചിന്ത വരരുത്. നിന്റെ നിസ്കാരത്തിൽ അത്തരത്തിലുള്ള ചിന്ത വരാൻ പാടില്ല. അതുകൊണ്ട് ഭക്തിയോടുകൂടി നിർവഹിക്കേണ്ടതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇപ്പൊ മരിക്കുകയാണ്,
നീ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നീ നമസ്കരിക്കുന്ന നമസ്കാരം, അറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരം എത്രത്തോളം ഖുശൂആയിരിക്കും. അതാണ് എപ്പോഴും നീ നിസ്കരിക്കേണ്ടത്. അതാണ് നിന്റെ നിസ്കാരമായിരിക്കേണ്ടത്. എപ്പോഴും ഖുശൂഅോടുകൂടി. അവരാണ് വിജയിച്ചത്. അല്ലദീന ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. രണ്ടാമത് അതിൽ പറയുന്നത് അവിടുന്ന് മോശമായ അനാവശ്യമായ കാര്യങ്ങളിൽ പെടാത്ത ആളുകളാണ്. അനാവശ്യം, ഉപകാരമില്ല, ഒരു പ്രയോജനവുമില്ല, അതിലൊന്നും അവർ ഇടപെടില്ല, അതിലൊന്നും പോയി അവർ കൂടില്ല. ഈ റോഡിലൂടെ പോകുന്ന സന്ദർഭത്തിൽ അവിടെ എന്തൊക്കെയോ ഡാൻസും അതുപോലെ തന്നെ പലതും നടക്കുകയാണ്. ആ സമയത്ത് ഒരു സ്വർഗവാസി പോയി ഞങ്ങളും കൂടിക്കോളാം, നോക്കാം എന്ന് പറഞ്ഞു നോക്കാൻ പോകുന്നവരല്ല. പിന്നെയോ അവർ മാറിപ്പോകുന്നവരാണ്. അനാവശ്യമായ പ്രയോജനമില്ലാത്ത ഒരു കാര്യങ്ങളിലും അവർ ഇടപെടുന്ന ആളുകളല്ല. അതുപോലെ തന്നെ സകാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്ന ആളുകളാണ്. അത് എല്ലാം ശേഖരിച്ചു വെച്ചുകൊണ്ട് എത്തിക്കേണ്ട ആളുകൾക്ക് എത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ സകാത്ത് എന്നുള്ളത് അത് ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒന്നാണ്. അത് ആ കാര്യത്തിൽ ഞങ്ങൾ പലരും അശ്രദ്ധരാണ്. പലരും സക്കാത്ത് കൊടുക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ കൊടുക്കുന്നത് ഒരു ധാരണ വെച്ചുകൊണ്ടാണ്. ഇത്ര കൊടുത്താൽ എന്റെ സക്കാത്തായി എന്ന നിലക്കാണ്. അങ്ങനെ ഒരു സക്കാത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. സക്കാത്ത് പഠിപ്പിക്കുന്നത് പ്രവാചകർ കണക്ക് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട്. സ്വർണം ഉണ്ടെങ്കിൽ ഇത്ര കൊടുക്കണം, വെള്ളി ഉണ്ടെങ്കിൽ ഇത്ര കൊടുക്കണം, നിന്റെ കച്ചവടത്തിൽ നീ ഇത്ര കൊടുക്കണം എന്ന് എല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് കൊടുത്താലേ അത് സക്കാത്താവുകയുള്ളൂ. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്നില്ലേ, നിങ്ങളുടെ പരടിയും നിങ്ങളുടെ പാർശ്വത്തും നിങ്ങളുടെ പള്ളയിലും അതിനെ ചൂടാക്കി ഒരുക്കി നിങ്ങൾക്ക് വെക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല തൗബയിൽ പറയാണ്. ചെറിയ നിസ്സാരമായ കാര്യമല്ല. വല്ലദീന ലാ യൂതുന സക്കാ വൈലുൽ ലിൽ മുശ്രികീൻ അല്ലദീന ലാ യൂതുന സക്കാ. മുശ്രികീൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചത് ആരെ? അല്ലാഹു അല്ലാത്ത ബഹുദൈവ വിശ്വാസികൾക്ക് സുജൂദ് ചെയ്യുന്ന ആളുകളെയല്ല. ലാ യൂതുന സക്കാ, സക്കാത്ത് കൊടുക്കാത്തവരെ. സക്കാത്ത് കൊടുക്കാത്തവർ അല്ലാഹു മുശ്രിക് എന്ന് വിളിച്ചിട്ടുണ്ട്. ആഖിറത്തെ കാഫിറൂൻ, അവർ കാഫിരീങ്ങളാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവർ. അപ്പൊ സ്വർഗ്ഗവാസികളുടെ ഗുണമായി ലക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലിസ്സകാത്തി ഫായിലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, ഗുണിയസ്ഥാനത്തെ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം വ മലക്കത അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരുടെ ഭാര്യമാർ ഹലാലാക്കി കൊടുത്തതാണ്. അതുപോലെ തന്നെ അടിമസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇക്കാലഘട്ടത്തിൽ ഇല്ല. പണ്ട് പ്രവാചകരുടെ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് അങ്ങനെ പിടിക്കപ്പെട്ട സ്ത്രീകൾ അവരെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ അവർ അടിമസ്ത്രീകളായി ഇവരുടെ കീഴിലായിരിക്കും. അപ്പൊ ഇവർക്ക് ഭാര്യമാരെ പോലെ അവരെ ഉപയോഗിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി നൽകിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള സ്ത്രീകളല്ലാതെ അതിനപ്പുറം ആരെങ്കിലും അതിന് കടന്നു പോയിട്ടുണ്ട്. അവരുടെ ഗുഹ്യസ്ഥാനം അവർ സൂക്ഷിക്കുന്നവരാണ്. സിനയിലേക്ക് സിനയിലേക്ക് പോകാത്ത ആളുകൾ, അത് വളരെ മോശമായ കാര്യമാണ്. അപ്പൊ ഇത് സ്വർഗവാസികളുടെ ഗുണമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലൈക ഹുമുൽ ആദൂൻ വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. പിന്നെ പറഞ്ഞ കാര്യം അമാനത്തുകളെയും അതുപോലെ തന്നെ കരാറുകളെയും പാലിക്കുന്നവർ മാത്രമാണ് സ്വർഗവാസികൾ. അമാനത്തുകൾ എന്ന് പറഞ്ഞാൽ ചില സംസാരങ്ങൾ ഞങ്ങളോട് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമാനത്തിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയണം, ആ പറയുന്ന സമയത്ത് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി പറയണം, ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളോട് പറഞ്ഞ ആ വാചകം അമാനത്താണ്. അത് പിന്നെ ആരോടും പറയാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്, ആരോടും പറയരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ പറയും, ഇത് ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് പറയണം. അങ്ങനെയാണ് ഞങ്ങളുടെ അമാനത്ത്. ഒരിക്കലും പറയരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും വിശ്വാസത്തോടു കൂടി ഏൽപ്പിച്ച കാര്യം, എന്തെങ്കിലും വസ്തു
അത് അങ്ങനെ തന്നെ തിരിച്ചു കൊടുക്കണം. ഒരു കേടും വരുത്താതെ തിരിച്ചു കൊടുക്കണം. ഒരു കേടും ഉണ്ടാകാൻ പാടില്ല. ആ നിലക്ക് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഇത് അമാനത്തുകളാണ്. അതുപോലെ തന്നെ കരാറുകൾ. ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറയും, പിന്നെ കാണൂല അങ്ങനെ ചെയ്യുന്നതായി. അത് കരാറാണ്. ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ പറയാൻ പാടില്ല. ഞാൻ ചെയ്തു തരും, ഞാൻ അങ്ങനെയാക്കി തരും, ഞാൻ ഇങ്ങനെയാക്കി തരും എന്നൊക്കെ പറഞ്ഞ് അത് പൂർത്തീകരിക്കാത്ത ആളുകൾ അവർ സ്വർഗവാസികളല്ല. അവരാരാ? കപടവിശ്വാസികളുടെ ഗുണം പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് കപടവിശ്വാസികൾ അവരുടെ ഗുണമായി ഇദാ ഹദ്ദത കദിബ വഇദാ ഉതുമിന ഖാന വഇദാ വഅദ അഖലഫ. അതായത് സംസാരിച്ചാൽ കളവ് പറയുന്നവർ കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. സംസാരിച്ചു കഴിഞ്ഞാൽ കളവേ പറയുള്ളൂ. അതുപോലെ തന്നെ അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കുകയോ ഉള്ളൂ. അവനെ വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല, വഞ്ചന. അതുപോലെ തന്നെ കരാറ് ചെയ്തു കഴിഞ്ഞാൽ അതിനെയും അവൻ പാലിക്കുന്നില്ല, ലംഘിക്കുന്നവനാണ്. ഇത് കപടവിശ്വാസിയുടെ ഗുണമാണ്. ഇതിൽ ഒന്നുണ്ടെങ്കിൽ കപടവിശ്വാസിയുടെ ലക്ഷണം അവനിലുണ്ട്. ഈ മൂന്നുമുണ്ടെങ്കിൽ തനി മുനാഫിക്കാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തനി മുനാഫിക്കാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. കപടവിശ്വാസികൾ എവിടെയാ? നരകത്തിന്റെ അടിത്തട്ടാണ്. നരകത്തിന്റെ അടിത്തട്ടിലാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. അവർ നമസ്കാരത്തിനെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതായത് ഈ നമസ്കാരം ഇപ്പോ കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ കുറിച്ച് അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. അടുത്ത പാങ്കൊടുക്കും, പാങ്കൊടുത്ത പള്ളിയിലേക്ക് പോകണം എന്ന ചിന്ത ഒരു സ്വർഗവാസിയുടെ മനസ്സിലേ ഉണ്ടാവുള്ളൂ. സ്വർഗവാസി അല്ലാത്തവരുടെ മനസ്സിലുണ്ടാവൂല. അവർ എപ്പോ വേണമെങ്കിലും നിസ്കരിക്കാം, ഏത് സമയത്തും നിസ്കരിക്കാം. അതായിരിക്കും അവരുടെ നിലപാട്. എന്നാൽ സത്യവിശ്വാസികൾ, സ്വർഗവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ജാഗ്രത കാണിക്കുന്ന ആളുകളാണ്. കാരണം തടി കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്ത് അത് നമസ്കാരമാണ്. ഒരു നിലക്കും ഒഴിവാക്കാൻ അള്ളാഹു അനുവദിക്കാത്ത ഒരു ഇബാദത്ത്, ഒരു നിലക്കും. എന്ന് പറഞ്ഞാൽ അവൻ രോഗിയാണ്, ഇരുന്ന് നിസ്കരിച്ചു, ഇരിക്കാൻ പറ്റുന്നില്ല, കിടന്ന് നിസ്കരിച്ചു, കിടന്നുകൊണ്ട് കയ്യടക്കാൻ പറ്റുന്നില്ല, ആംഗ്യം കൊണ്ട് നിസ്കരിച്ചാൽ മതി. നിന്റെ മനസ്സുകൊണ്ട് ഒന്നിനും കഴിയുന്നില്ല. നിന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോ ഖിയാമിലാണ്, ഞാൻ ഫാത്തിഹ ഓതുകയാണ്, ഞാൻ റുകൂഇൽ ഞാൻ തസ്ബീഹ് ചൊല്ലുകയാണ് എന്നുള്ള മനസ്സുകൊണ്ടെങ്കിലും നീ നമസ്കരിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. അത്രത്തോളം ജീവിതത്തിന്റെ അവസാനം വരെ, കണ്ണടക്കുന്നത് വരെ നമ്മളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൈനന വബൈനൽ അബ്ദി, അതായത് ഞങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു സമുദായത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം തർക്കുസ്സലാം, നിസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവൻ നമ്മളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പ്രവാചകർ പറഞ്ഞ വാചകം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കപടവിശ്വാസികൾ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയാണ്, ഉലൈക ഹുവൽ വാരിസൂൻ, ഇവരാണ് അനന്തരമെടുക്കുന്നവർ. സാധാരണ വാപ്പയുടെയും ഉമ്മന്റെയും സ്വത്ത് മരിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നതിന് വറാസത്ത് എന്ന് പറയും. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഉലൈക ഹുവൽ വാരിസൂൻ, ഇവർ അനന്തരമെടുക്കും. എന്താണ് അനന്തരമെടുക്കുന്നത്? അല്ലദീന യർസൂനൽ ഫിർദൗസ്. ഈ സ്വഭാവം ആർക്കുണ്ടോ അവർക്ക് ഫിർദൗസാണ്. സ്വർഗത്തിൽ അത്യുന്നതമായ സ്വർഗം ഫിർദൗസാണ്. ഹും ഫിയാ ഖാലിദൂൻ, അവിടെ അവർ ശാശ്വതമായി കഴിയുന്നവരാണ്. അല്ലാഹു ആ ഗുണമുള്ള സ്വഭാവമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله نحمده ونصلي على رسوله الكريم أوصيكم وإياي ثانيا بتقوى الله إن الله وملائكته يصلون على النبي
യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഒന്നുകൂടി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വരുന്ന വിഷയം സ്വർഗവാസികളുടെ ഗുണമാണ്. ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അല്ലാതെ വെറുമൊരു നമസ്കാരങ്ങളോ ഇബാദത്തുകളോ ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുമെന്ന ധാരണ ഞങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഒരു സന്ദർഭത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളിപ്പോൾ കടന്നു വരും, അദ്ദേഹം സ്വർഗവാസിയാണ് എന്ന് പറഞ്ഞു. അപ്പോ സഹാബികളിൽ ഒരാള് അദ്ദേഹം അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന കർമ്മം എന്തായിരിക്കും ചെയ്യുക എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. കാരണം സഹാബികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, സ്വർഗത്തിലേക്ക് കടക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് അന്വേഷിക്കുന്നവരാണ്. അങ്ങനെ ഒരാൾ കടന്നു വന്നു. അപ്പൊ അദ്ദേഹത്തെ ഈ സ്വഹാബി അങ്ങനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നിലൂടെ പോയി വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഒരല്പ ദിവസം നിങ്ങളോടൊപ്പം താമസിക്കുന്നത് നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, നിങ്ങൾക്ക് താമസിക്കാം. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം വരെ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് നോക്കണം അദ്ദേഹം സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന എന്ത് അമലാ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം അദ്ദേഹം 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരികയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പിന്നെ തിരിച്ചു ചോദിച്ചു, ഞാൻ വന്നത് ഇങ്ങനെ വന്നു പ്രവാചകർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ 3 ദിവസം നോക്കി നിങ്ങളിൽ ഒരു വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയുന്നില്ല. സാധാരണ ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇതേ നിങ്ങൾ കണ്ട ഇബാദത്തുകൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഒരു കാര്യം എന്നിലുണ്ട്. എന്താണത്? എനിക്ക് ആരോടും വിദ്വേഷമില്ല, എനിക്ക് ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. സ്വർഗവാസികളുടെ അതാണ് പ്രവാചകർ പറഞ്ഞത്, അദ്ദേഹം സ്വർഗവാസിയാണ്. അദ്ദേഹം സ്വർഗവാസിയാണ് എന്ന് പറഞ്ഞത് ആരോടും വിദ്വേഷമില്ല. ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരോട് തന്നെ ചില ആളുകൾ സംസാരിക്കാതെ മാസങ്ങളോ വർഷങ്ങളോ ആയി. നമ്മുടെ കുടുംബക്കാരോട് സംസാരിക്കാതെ എത്രയോ മാസങ്ങളോ ആയിട്ടുണ്ടാകും. അവരെ കാണാതെ, അവരോട് സംസാരിക്കാതെ, മുണ്ടാതെ, ബന്ധം നിലനിർത്താതെ കഴിയുന്ന ആളുകൾ. സ്വർഗവാസിക്ക് അത് പാടുള്ളതല്ല. എല്ലാവരോടും ഒരുപോലെ നല്ല രീതിയിൽ പെരുമാറുക, ആ സ്വഭാവമാണ് പ്രവാചകരിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ പുകഴ്ത്തി പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകരെ നിങ്ങൾ ഉന്നത സ്വഭാവത്തിലാണ്. ആരാ പറയുന്നത്? റബ്ബാണ് പറയുന്നത്. പ്രവാചകരെ കുറിച്ച് നിങ്ങൾ നല്ല സ്വഭാവത്തിൽ, നിങ്ങളെ ഹൃദയം കടുത്ത ഹൃദയായിരുന്നെങ്കിൽ ആരും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കൂലായിരുന്നു. നിങ്ങളുടെ ഈ മനസ്സ നിങ്ങളുടെ മുമ്പിൽ എല്ലാം വന്നിരിക്കുന്നത്. യഹൂദി പോലും നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്, മുശ്രിക്ക് പോലും വരുന്നുണ്ട് നിങ്ങളുടെ അടുക്കലേക്ക്. നിങ്ങളുടെ സ്വഭാവമാണ്. അപ്പോൾ സ്വഭാവ ഗുണങ്ങൾ നന്നാക്കി എടുത്താലേ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഉന്നത സ്വഭാവ ഗുണങ്ങളുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പള്ളിയുടെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങളുടെ പള്ളിയാണ്, നിങ്ങൾ ചെലവഴിക്കേണ്ടവരാണ്. ചെലവഴിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നൽകുക, ഇരട്ടിയായി റബ്ബ് തരും എന്ന വിശ്വാസത്തോടു കൂടി അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മം ചെയ്യുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേർ ഈ പള്ളിക്ക് വേണ്ടി ധർമ്മം ചെയ്തവരും ആത്മാർത്ഥമായി പള്ളിയുടെ നാളെ ജാരിയായ സദഖയായി എനിക്ക് കിട്ടണമെന്ന ഒരൊറ്റ ചിന്തയോടുകൂടി നൽകിയ പലരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സദഖകളെ കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഉന്നത പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അവിടുന്ന് മറ്റ് രോഗികളായിരിക്കുന്ന പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെ പരിപൂർണമായി ശിഫ നൽകി, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓപ്പറേഷന് വേണ്ടി പോയ ആളുകളുണ്ട്, അല്ലാഹു അവരുടെ ഓപ്പറേഷൻ സക്സസ് ആക്കി വിജയിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന പലരും ഉണ്ടാകാം. അല്ലാഹു എല്ലാവരുടെ പ്രയാസങ്ങൾ മാറ്റി തരുമാറാകട്ടെ.
എല്ലാവരുടെ വിഷമങ്ങൾ മാറ്റി തരുമാറാകട്ടെ. എല്ലാവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. سبحانك فقنا عذاب النار. آمين برحمتك يا رب.